പ്രാവശ്യത്തെ ക്ലാസ് ആ പുസ്തകത്തിൽ നിന്ന് തുടരുവാനായിട്ട് ഇടയായില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഈ പഠന പരമ്പരയിൽ ഉണ്ടായി എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രമത്തിൽ ഇനി കേൾക്കുവാനുള്ള ഭാഗം ആദ്യമായിട്ട് നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായമാണ് ഇനി നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ദൈവകൃപയാൽ കഴിഞ്ഞ ദീർഘനാളുകളായിട്ടുള്ള പഠന പരമ്പരയിൽ 10 അധ്യായങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ ഈ പുസ്തകത്തിൻ്റെ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 11-ാം അധ്യായമാണ് കേൾപ്പാനുള്ളത്. അതുകൊണ്ട് ആരംഭത്തിൽ പ്രസ്തുത അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. എല്ലാ വിഷയങ്ങളും മനസ്സിൽ സംഗ്രഹിക്കാൻ നമുക്ക് കഴിയത്തില്ല എന്ന് വരിയിലും ആ ചിന്തിക്കുന്ന ഭാഗങ്ങൾ പിന്നീട് വായിക്കുമ്പോൾ അതിനകത്തുള്ള ആശയങ്ങൾ ഇന്നതാണ് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ നിശ്ചയം, വചന ഓർമ്മ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് മഹാപീഡനം എന്ന് പറയുന്ന അന്തിക്രിസ്തുവിൻ്റെ 7 കൊല്ലത്തെ ഭരണം ഭൂമിയിൽ നടക്കുന്നതോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ആ ഭരണം നടക്കുമ്പോൾ പീഡനത്തിൻ്റെ ഉപദ്രവം ഭൂമിയിൽ നടത്തപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് 3 സെക്ഷനുകളായിട്ടാണ് ആ ഉപദ്രവം ഭൂമിയിൽ നിവർത്തിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് 7 മുദ്രകൾ പൊട്ടിക്കുക. അങ്ങനെ ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ അതിനെ തുടർന്ന് ഭൂവാസികൾക്ക് വാക്കുകൾക്കതീതമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് പുറകാലെ 7 കാഹളങ്ങൾ ഊതുകയാണ്. ആ കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ഈ കാഹളം ഊതി അതിൻ്റെ ഭാഗമായിട്ടുള്ള ന്യായവിധി നടത്തപ്പെട്ടതിന് ശേഷം പിന്നീട് 7 കോപകലശങ്ങൾ ഭൂമിയിൽ ചൊരിയപ്പെടുകയാണ്. അത് നമ്മളിപ്പോൾ ചിന്തിച്ച് തുടങ്ങിയില്ല. കർത്താവ് അനുവദിക്കുന്ന പക്ഷം പിന്നീട് നമ്മൾ കേൾക്കും. ഇപ്പോൾ നമ്മൾ ഈ കാഹളങ്ങൾ ഊതുന്നതുമായി ബന്ധപ്പെട്ട് അവസാനമായി നമ്മൾ ചിന്തിച്ചത് 6ാമത്തെ ദൂതൻ കാഹളം ഊതി അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ന്യായവിധിയാണ്. അത് തന്നെ വളരെ ഭയാനകമായ ഒരു കാര്യം. അതായത് ഈ 7 കാഹളങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതിയ ശേഷം പിന്നീടുള്ള 5ഉം 6ഉം 7ഉം കാഹളങ്ങൾ ഊതുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് കേൾക്കണം. 4 കാഹളങ്ങൾ ഊതിയ ശേഷം ഇനി ഊതുവാനുള്ള 4 കാഹളങ്ങളെക്കുറിച്ച് ഒരു മുന്നറിയിപ്പുണ്ടായി. ആ മുന്നറിയിപ്പെന്ന് പറയുന്നത് ആകാശമധ്യേ ഒരു കഴുക് പറന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ആ ഭൂവാസികളോട് ഉറക്കെ വിളിച്ച് പറഞ്ഞൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതെന്നതാണ്? ഇനി ഊതുവാൻ പോകുന്ന കാഹളങ്ങൾ നിമിത്തം ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം. അല്ല പിന്നെ ഇപ്പോൾ തന്നെ കഷ്ടമാണ്, ആ കാലഘട്ടം തന്നെ കഷ്ടകാലമാണ്. പിന്നെ എന്തിന് ഇങ്ങനെ ഒരു കാര്യം എടുത്തു പറയുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഈ നേരത്തെ ഊതിയ കാഹളങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന കഷ്ടം പോലല്ല, അതിൻ്റെ എത്രയോ മടങ്ങ് ഭീമത്സമായ നിലയിൽ അതിഭീകരമായ വിധത്തിൽ അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഘട്ടമാണ് ഇനി നടക്കാൻ പോകുന്നതെന്നാണ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ മഹാപീഡന കാലത്തെക്കുറിച്ചൊരു പരാമർശം പഴയ നിയമത്തിലുണ്ട്. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത എന്നാണ്. മനുഷ്യചരിത്രം ഉണ്ടായത് മുതൽ അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തവും വളരെ ഭീതിജനകവുമായ ഒരു കാലഘട്ടമാണ്. അതാണ് ഈ പറയുന്നത്. അതിൽ 2 കാഹളങ്ങൾ, അതായത് 5ഉം 6ഉം കാഹളങ്ങൾ ഊതി അതിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടു. പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മകൾ കിട്ടുന്നതിന് വേണ്ടി പറയാം. 1, 5ാമത്തെ കാഹളം ഊതിയപ്പോൾ അഗാധ കൂപം തുറക്കുകയും അവിടെ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള ഒരു വെട്ടുക്കിളി പുറപ്പെട്ടു വരികയും അത് നിമിത്തമുള്ള ഉപദ്രവം. അതെന്താണെന്നൊക്കെ ഇനി പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പറ്റത്തില്ലല്ലോ. അടുത്ത 6ാമത്തെ കാഹളം ഊതിയപ്പോൾ യൂഫ്രട്ടീസ് നദിക്കരയിൽ ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അവരുടെ പ്രവൃത്തിക്ക് വേണ്ടി തുറന്നു വിടുകയും
പിന്നീട് ഒരു വലിയ കുതിരപ്പട രംഗത്ത് വരികയും അത് നിമിത്തമുള്ള അതിഭീകരമായ അത്യുഗ്രമായ വിധത്തിലുള്ള ന്യായവിധി നടക്കുകയും ചെയ്തു. ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ, അല്ലെങ്കിൽ ഘട്ടം എന്ന് കഴുകു പറഞ്ഞ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ഘട്ടം അഥവാ ഏഴാമത്തെ ദൂതൻ ഊതി അതിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ പോകുന്ന ഘട്ടങ്ങളുടെ ഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന അതിഭീകരമായ ഘട്ടം നടക്കാൻ പോവുക. പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചതും, അതായത് ആറാമത്തെ ദൂതൻ ഊതി സംഭവിക്കുന്ന ഘട്ടങ്ങൾക്ക് ശേഷം 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച 13 വരെയുള്ള വാക്യങ്ങൾ ഒന്നും കൂടി കേട്ടോ. ആറാമത്തെ ദൂതൻ കാഹളം ഊതി അതിൻ്റെ പരിണിത ഫലമായിട്ട് നടന്ന ഘട്ടങ്ങൾക്ക് ശേഷം 10-ാം അധ്യായത്തിലും 11-ാം അധ്യായം ഇന്ന് വായിച്ച 13 വരെയുള്ള ഭാഗത്തും പറയുന്നത് ഒരു ഗ്യാപ്പ് പീരീഡിൽ നടക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആറാമത്തെ ദൂതൻ ഊതിയതിനും ഇനി ഏഴാമത്തെ ദൂതൻ ഊതുന്നതിനും മുമ്പുള്ള ഒരു ഇടവേള. ആ ഇടവേള പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പിലത്തെ ക്ലാസ്സിൽ ചിന്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി വായിച്ച 11-ാം അധ്യായം 1 മുതൽ 13 വരെ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഓക്കെ ആണല്ലോ? ഇതാ സഹോദരന്മാരെ, ഒന്ന് തലയാട്ടാമോ? ഓക്കെ ആണോ? മനസ്സിലായോ? അല്ല, ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടല്ലോ, ഒരു ഓർമ്മ വന്നല്ലോ. എന്തെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുന്നതിലൊന്നും തെറ്റില്ല. ഒന്നും നിങ്ങൾ ക്ലിയർ ആകുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് തുടർന്ന് പറയാൻ നമുക്കും ഒരു പ്രേരണ ഉണ്ടാകുന്നത്. ആട്ടെ, 11-ാം അധ്യായം നമ്മളിപ്പോൾ വായിച്ച 1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് പറയുന്നതിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് പിരിക്കാം. ആദ്യത്തെ 2 വാക്യങ്ങളിൽ പറയുന്നത് മഹാപീഡന കാലത്ത് നിലകൊള്ളുന്ന ദൈവാലയവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ 2 വാക്യങ്ങളിൽ മഹാപീഡന കാലത്ത് നിലകൊള്ളുന്ന ദൈവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ പറയുന്നത്. അത് കഴിഞ്ഞ് 3 മുതൽ നമ്മൾ ഇന്ന് വായിച്ച് നിർത്തിയത് വരെയുള്ള ഭാഗത്ത് പറയുന്നത് ആ കാലത്ത് ദൈവം എഴുന്നേൽപ്പിക്കുന്ന 2 സാക്ഷികളുടെ കാര്യമാണ്. മനസ്സിലായി? അതാണ് ഇന്നത്തെ 13 വാക്യത്തിലെയും ഉള്ളടക്കം. നമ്മളിതെല്ലാം ഇപ്പോൾ വായിച്ചെങ്കിലും ചിന്തിച്ച് തീർക്കത്തില്ല. നമുക്ക് ചിന്തിക്കാവുന്നിടത്തോളം കാര്യം ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഈ ദൈവാലയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആ 1-ാമത്തെ വാക്യം നോക്ക്. പിന്നെ ദണ്ണ് പോലുള്ള, അതായത് ഒരു കോല്, ഒരു വടി എന്ന് വെച്ചോ, ഒരു വടി. ഈ വടിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഞാങ്ങണ ചെടിയുടെ 6 മുഴം നീളം വരുന്ന ഒരു ചെടി, ഒരു വടി എന്നാണ്. അതെന്തുമാകട്ടെ, നമുക്ക് ഓരോ ആളുകൾ ഈ പുസ്തകത്തെ ആഴത്തിൽ പഠിക്കുന്നവർ പറയുന്ന ഓരോ അഭിപ്രായങ്ങളാണ്. ഒരു വടി, ദണ്ടെന്ന് പറഞ്ഞാൽ ഒരു വടി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നു. ആ വടി കൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നീ ദൈവാലയത്തെയും ദൈവാലയത്തിൻ്റെ അകത്തുള്ള സംവിധാനങ്ങളെയും ഒന്ന് എന്ത് ചെയ്യുക, അളക്കുക. അതാണ് അവിടുത്തെ വിഷയം. ഇവിടെ നിങ്ങൾ കേട്ടോ, യോഹന്നാനോടുള്ള ദൈവത്തിൻ്റെ നിയോഗത്തിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നു. യോഹന്നാൻ ഈ പുസ്തകം തുടങ്ങുന്ന സമയം യോഹന്നാനോട് പറഞ്ഞത് എന്തുവാ? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി പിന്നെ പറയുന്ന സഭകൾക്ക് അയക്കുക എന്നാണ്. അപ്പോൾ ഇതുവരെ യോഹന്നാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന, സ്ക്രീനിൽ തെളിയുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം കാണുന്നു. അതെല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, 7 ഇടിനാദം മുഴക്കിയപ്പോൾ ആ ഇടിനാദം മുഴക്കിയ സംഭവം യോഹന്നാൻ എഴുതാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, വേണ്ട, എഴുതണ്ട. കണ്ടോ, അതുവരെ എഴുതുകയായിരുന്നു, ഇപ്പോൾ പറയാണ് എഴുതണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ദൈവാലയത്തെ അളക്കുക. അപ്പോൾ കണ്ടോ, അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ച് അപ്പോഴപ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തിന് മാറ്റി ഓരോ നിയോഗങ്ങൾ കൊടുക്കുകയാണ്. അതിനെല്ലാം ഒരു അനുസരണമുള്ള കുട്ടിയെപ്പോലെ യോഹന്നാൻ എന്ത് ചെയ്യുന്നു? എഴുതാൻ പറയുമ്പോൾ എഴുതുന്നു, എഴുതണ്ട എന്ന് പറയുമ്പോൾ എഴുതുന്നില്ല.
പിന്നെ ഇപ്പോൾ ആയാസപരമായ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ചെറിയ കായികപരമായ ഒരു പ്രവൃത്തിക്കാണ് ഇപ്പോൾ യോഹന്നാനെ നിയോഗിക്കുന്നത്. നീ ആ വടി കൊണ്ട് അല്ലെങ്കിൽ അളവുകോൽ കൊണ്ട് ദൈവാലയത്തെ അളക്കുക, ദൈവാലയത്തെയും പിന്നെ യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക. ഈ അളക്കുക എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവാലയത്തെ പ്രത്യേകമായിട്ട് വേർതിരിക്കുക എന്ന്, അല്ലെങ്കിൽ സംരക്ഷിക്കുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അനധികൃതമായിട്ട് ആരും അതിനകത്ത് പ്രവേശിക്കാതെയോ ദുരുപയോഗപ്പെടുത്താതെയോ ഇരിക്കേണ്ടതിന് നീ ദൈവാലയത്തെ വേർതിരിക്കുക എന്ന അർത്ഥമാണ് അതിനകത്തുള്ളതെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ആ ഒരു ചിന്തയ്ക്ക് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവിടെ പറയുന്ന ദൈവാലയം എന്താണ്? ഈ 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ദൈവാലയം എന്താണ്? ഈ ദൈവാലയത്തെക്കുറിച്ച് ചില വ്യാഖ്യാനങ്ങൾ ഈ പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുന്നവർ പറയുന്നുണ്ട്. നമ്മൾ വായിച്ചു വരുമ്പോൾ ഒരുപക്ഷെ ഇവിടെ പറയുന്ന ആലയം ഏതാണ് എന്നുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. പുതിയ നിയമസഭയെയും ബൈബിളിൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ദൈവാലയം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? 1 തീമോഥെയോസ് 3:16 വായിക്കാമോ? 1 തീമോഥെയോസ് 3:16. 1 തീമോഥെയോസ് 3:16. അതൊക്കെ നമുക്ക് മനഃപ്പാഠവാക്യം പോലെ നമ്മൾ മുമ്പൊക്കെ പലവട്ടം വായിച്ചിട്ടുള്ളൊരു വാക്യമാണ്. 1 തീമോഥെയോസ് 3:16. അതേത് വാക്യമാ? 16 ആണോ? 15 വായിച്ച്. 15. അത് തന്നെ, അത് 15 അല്ലേ? ആട്ടെ, വായിച്ചു. കണ്ടോ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. ആ ആലയമാകണോ ഇവിടെ എന്ന് ചിലർ ചിന്തിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ആ ആലയത്തെക്കുറിച്ചല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ആലയമെന്ന് പറയുന്നത് ഏതാ? അത് ഏതാ? അത് നമ്മളാ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ കൂട്ടം, ആ ആലയം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയും ഒന്ന് മനസ്സിൽ ഓർക്കുക. പിന്നെ ഏതാണ് ഈ ദൈവാലയം? സഭയാകുന്ന ദൈവാലയത്തെ അല്ല ഇവിടെ പറയുന്നതെങ്കിൽ ഇവിടെ പറയുന്ന ദൈവാലയം ഏതാണ്? തിരുവെഴുത്ത് പരിശോധിച്ചാൽ ദൈവാലയം എന്ന നിലയിൽ ഒരുപാട് ദൈവാലയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ദൈവാലയങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ ദൈവാലയം എന്ന് പറയുന്നത് സലമോൻ രാജാവ് പണിത ദൈവാലയം. ക്ലിയർ ആണല്ലോ? നമ്മൾ പഴയ നിയമത്തിൽ എത്രയോ വട്ടം വായിക്കുക, എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്. സലമോൻ രാജാവ് പണിത ദൈവാലയം. പക്ഷേ അത് ക്രമേണ ആ ആലയം എന്ത് ചെയ്യപ്പെട്ടു? നശിപ്പിക്കപ്പെട്ടു. ആരാ നശിപ്പിച്ചതെന്നറിയാമോ? ആരാണ് നശിപ്പിച്ചത്? നെബൂഖദ്നേസർ രാജാവ് ആ ദൈവാലയത്തെ നശിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നീട്, ഇത് ഓർത്തു വെച്ചോണേ, യെരുശലേം ദൈവാലയം എന്ന് പറയുന്നത് ആദ്യം ദൈവാലയം നിർമ്മിക്കുന്നത് സലമോൻ രാജാവാണ്. വളരെ പ്രൗഢമായ, അദ്ദേഹത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് വളരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു അഭിമാനകരമായ ദൈവാലയം നിർമ്മിക്കപ്പെട്ടു. കുറേ കാലഘട്ടം അത് നിലനിന്നു. പിന്നീട് നെബൂഖദ്നേസറിൻ്റെ പരാക്രമണത്തിൽ അത് നശിപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നീട് ഉണ്ടായ ഒരു ആലയമുണ്ട്, സെരുബാബേലിൻ്റെ ദൈവാലയം എന്നാണ് അതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. ആ ദൈവാലയവും പിന്നീട് കുറേയൊക്കെ പൊളിക്കപ്പെടുകയും പൊതുവെ ധരിക്കപ്പെടുന്നത് പുതിയ നിയമത്തിൽ ഹേരോദാ രാജാവിൻ്റെ കാലത്ത് അതിനെ പിന്നീടും എന്ത് ചെയ്യപ്പെട്ടു? പുതുക്കി പണിത് അതിനെ വലിയ പ്രൗഢമാക്കി തീർത്തു. ആ ദൈവാലയത്തെ നോക്കിക്കൊണ്ടാണ് ഒരിക്കൽ കർത്താവ് പറഞ്ഞത്, ഈ ദൈവാലയം കല്ലിന്മേൽ കല്ല് ഇല്ലാത്ത നിലയിൽ ഇതിനെന്ത് ചെയ്യും? ഇടിക്കപ്പെടും. കണ്ടോ? അപ്പോൾ നമ്മൾ അക്രമത്തിൽ ഇത് രണ്ടാമത്തെ ദൈവാലയമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ യെരുശലേമിൽ ദൈവാലയം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇല്ല, ഇടിക്കപ്പെട്ടു. അതെപ്പോഴാണ് ഇടിക്കപ്പെട്ടെ? അത് AD 70 തീത്തോസ് ചക്രവർത്തിയുടെ ആക്രമണത്താൽ അത് ഇടിക്കപ്പെട്ടു. പിന്നെ ഇന്ന് വരെ ദൈവാലയമില്ല. പിന്നെ എന്താ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ദൈവാലയം? ഏത് ദൈവാലയമാണ്? ഈ പറഞ്ഞ രണ്ടും ഇന്ന് നിലവിലില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ദൈവാലയം മഹാപീഡന കാലത്തിൻ്റെ ആരംഭത്തിൽ വീണ്ടും ദൈവാലയം എന്ത് ചെയ്യും? പണിയും. ആ പണിയുന്നതിന് മുൻകൈയെടുത്ത് പണിത് കൊടുക്കാനായി രംഗത്ത് വരുന്ന ആള് നമുക്ക് അത്ഭുതം തോന്നും. അതാരാന്നറിയാമോ? അന്തിക്രിസ്തുവാണ്.
അന്തിക്രിസ്തു തന്നെ മുൻകൈയെടുത്ത് പള്ളി പണിത് കൊടുക്കുന്നതെന്ന് നമ്മുടെ സാധാരണ ശൈലിയിൽ പറയാം. അവനാണ് കൂടി വരാനായിട്ട് അല്ലെങ്കിൽ യാഗം അർപ്പിക്കാനായിട്ട് ആലയം പണിത് കൊടുക്കുക. അവൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കും. അതാണ് അതിൻ്റെ രീതി, അതിൻ്റെ വഴി, അതിൻ്റെ രീതി അതാണ്. ആട്ടെ, പണിത് കൊടുക്കുകയും ചെയ്യും. അധികം താമസിയാതെ ഇദ്ദേഹം തന്നെ അതിനെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പറയപ്പെടുന്ന ദൈവാലയത്തെയാണ് ഈ 11-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നിട്ട് അവിടെ പറയുമ്പോൾ ശ്രദ്ധിച്ചോ, അതിനെ പ്രത്യേകിച്ച് വേർതിരിക്കുക എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ്, ആലയത്തിൻ്റെ പ്രാകാരം എന്ത് ചെയ്യാൻ പാടില്ല. 11-ന്റെ 2-ാമത്തെ വാക്യം കണ്ടോ, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം എന്ത് ചെയ്യണം, അതിനെ അളക്കരുത്, അതിനെ വേർതിരിക്കേണ്ട. പിന്നെ എന്ത് ചെയ്യണമെന്നാണ്, അതങ്ങ് വിട്ടേക്കാം. അതിനെ വിട്ടേക്കാന്ന് പറഞ്ഞാൽ അതിനെ നീ പ്രത്യേകിച്ച് അളന്ന് വേർതിരിച്ച് അല്ലെങ്കിൽ സംരക്ഷിച്ച് വേർതിരിക്കേണ്ട. അതിനെ വിട്ടേക്ക. എന്തിനു വിടുന്നു, എന്തിനാ വിടാൻ പറയുന്നു, അതിനങ്ങ് വേർതിരിച്ചേക്ക്. എന്തിനാണ്? അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ പ്രാകാരം എന്ന് പറയുന്ന പ്രയോഗം ശ്രദ്ധിച്ചു. പ്രാകാരം എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് പ്രാകാരം സമാഗമന കൂടാരത്തിൽ പ്രാകാരത്തെക്കുറിച്ച് അറിയാമല്ലോ. പ്രാകാരമുണ്ട്, പിന്നെ വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്, പിന്നെ പാളയം, പിന്നെ പാളയത്തിന് പുറത്ത്, അങ്ങനെ 5 സ്ഥലം ഈ സമാഗമന കൂടാരത്തിലുണ്ട്. അതിലൊരു സ്ഥലമാണ് ഈ പ്രാകാരം എന്ന് പറയുന്നത്. അപ്പോൾ സമാഗമന കൂടാരത്തിൽ ഒറ്റ പ്രാകാരമേ ഉള്ളൂ. എന്നാൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സലമോൻ്റെ ദൈവാലയത്തിൽ 2 പ്രാകാരമുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സലമോൻ്റെ ദൈവാലയത്തിൽ 2 പ്രാകാരങ്ങൾ. ഒന്ന് പുരോഹിതന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാകാരം, പിന്നെ ജാതികളായ ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടാമത് വേറൊരു പ്രാകാരം. ഇതിൻ്റെ ആ ഓർഡറിൽ അത് തെറ്റായി ധരിക്കരുത്. സമാഗമന കൂടാരത്തിന് ഒറ്റ പ്രാകാരവും സലമോൻ്റെ ദൈവാലയത്തിന് 2 പ്രാകാരം, ഒരെണ്ണം പുരോഹിതന്മാർക്ക്, മറ്റൊന്ന് ജാതികൾക്കുമാണ്. എന്നാൽ യെരുശലേം ദൈവാലയത്തിന് 4 പ്രാകാരങ്ങളുള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്ന് പുരോഹിതന്മാർക്ക്, 2 ഇസ്രായേലിന്, 3 മറ്റ് 2 പറയാത്ത ഒന്ന് സ്ത്രീകൾക്കൊരു പ്രാകാരം ഈ യെരുശലേം ഈ സലമോൻ്റെ ദൈവാലയത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതിന് പുറമെ ജാതികൾക്കൊരു പ്രാകാരം. ഇവിടെ ഈ വെളിപ്പാട് 11:2 പറയുമ്പോൾ ആ പ്രാകാരം ഞാൻ ആർക്ക് കൊടുത്തിരിക്കുന്നു? ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ജാതികളെന്ന് പറയുന്നത് യഹൂദേതരരായ ആളുകൾക്ക് വേണ്ടി അതിനെങ്ങ് കൊടുത്തിരിക്കുന്നു. ഈ പ്രാകാരം 42 മാസം 1260 ദിവസങ്ങളോളം ആ പ്രാകാരത്തിൽ അല്ലെങ്കിൽ ആ ദേവാലയ പരിസരത്തിൽ ആരുടെ കാല് പതിക്കുമെന്നാണ് പറയുന്നത്? ജാതികളുടെ കാൽ പതിയും. അവർ അതിന് ചവിട്ടും, അവർക്കതിനകത്ത് കടക്കാം, അവർക്ക് വേണ്ടി വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം, യഹൂദന്മാരുടെ ദൈവാലയത്തിൽ യഹൂദന്മാർക്കല്ലാതെ വേറെ ആർക്കും എന്തില്ല? പ്രവേശനമില്ല, അവകാശമില്ല, അനുവാദമില്ല കടക്കാൻ. പക്ഷേ ഈ കാലഘട്ടത്ത് അവർക്ക് വേണ്ടി അങ്ങ് വിട്ടിരിക്കുകയാണെന്നാണ്. ഇതിനൊരു പ്രവചന ദൃഷ്ടിയിൽ ഇതിന് മുമ്പേ കർത്താവ് പറഞ്ഞു. ഈ ഓർമ്മകൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാമത്തെ വാക്യം നോക്കിക്കേ. ലൂക്കോസ് 21-ന്റെ 24-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യം. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം എന്ത് ചെയ്യും? ചവിട്ടിക്കളയും. ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മഹാപീഡന കാലത്ത് പണിയപ്പെടുന്ന ദൈവാലയമെന്ന് നമ്മൾ തൊട്ട് മുമ്പേ ചിന്തിച്ചല്ലോ. ആ ദൈവാലയത്തിലാണ് അന്തിക്രിസ്തുവിൻ്റെ പ്രതിമ ഉണ്ടാക്കി അതിനകത്ത് അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ട് വയ്ക്കും. അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ട് വയ്ക്കും. വെച്ചിട്ട് ഇവൻ എന്താ പറയുക? ദൈവത്തിന് അർപ്പിക്കുന്ന യാഗവും വഴിപാടുമെല്ലാം നിർത്തലാക്കും. ഇനിയെല്ലാം അന്തിക്രിസ്തുവുമായി ബന്ധപ്പെട്ടായിരിക്കണം. അങ്ങനെ അവൻ പ്രഖ്യാപിക്കും. ഈ ആലയത്തോട് ബന്ധപ്പെട്ടാണ്. അത് യഹൂദന്മാരെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്നിട്ട് സകലമാന ആളുകളും കയറി ഇറങ്ങുന്ന ഒരു അമ്പലപ്പറമ്പ് പോലെ,
അതിൻ്റെ വിശുദ്ധിയും പവിത്രതയും ഒക്കെ മറികടന്നുകൊണ്ടുള്ള യഥേഷ്ടം മറ്റു ആളുകൾക്ക് കയറിയിറങ്ങുന്ന ഒരു സ്ഥലമായി ഇതങ്ങ് മാറും. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അത് യഹൂദനോടുള്ള ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയായിട്ടും കൂടി ഇരിക്കുന്നു എന്ന് കരുതുന്നതാണ് യുക്തം. ഈ കാര്യങ്ങളെല്ലാം സമാഹരിച്ചുകൊണ്ട് ചുരുക്കി പറയുന്നതാണ് 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നാളുകൾക്ക് മുമ്പേ കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെടുന്ന കാലഘട്ടം കൂടെയാണ് മഹാപീഡന കാലം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇനി ശ്രദ്ധിച്ചോ, ഇത് പറഞ്ഞിട്ട് 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അന്ന് എന്നൊരു പ്രയോഗം. ഈ സംഭവം നടക്കുന്നതോട് ചേർത്ത് എല്ലാവരും ഒന്ന് നോക്കണേ. 3-ാമത്തെ വാക്യം, 1-2 വാക്യം ആലയത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിട്ട് 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും, അല്ലെങ്കിൽ സാക്ഷികളെ എഴുന്നേൽപ്പിക്കും. ഈ അന്നെന്ന് പറയുന്നത് അത് എന്നാ പറയുന്നത്? ഈ മഹാപീഡനം നടക്കുന്ന ആ സമയത്ത്, അതായത് ജാതികൾ യെരുശലേം ദൈവാലയം ചവിട്ടുമെന്ന് പറയുന്നല്ലോ, ആ സംഭവത്തോട് ചേർന്ന് ആ സമയത്ത്, ആ കാലഘട്ടത്ത് ഞാൻ 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ ഈ 2 സാക്ഷികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. വളരെ ആകാംക്ഷയോടെ നമ്മൾ കേൾക്കേണ്ടതും ആവേശത്തോടുകൂടെ കേൾക്കാൻ നമുക്ക് ഇടവരുന്നതുമായ ഒരു പ്രത്യേക സബ്ജക്റ്റാണ് 2 സാക്ഷികൾ. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും 2 സാക്ഷികൾ എന്നുള്ള ഈ കാര്യം. ഈ 2 സാക്ഷികളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചുരുക്കമായിട്ട് കേൾക്കാൻ പോകുന്നത്. എല്ലാം ഇന്ന് പറഞ്ഞു തീരുകയില്ല. പറയാൻ പറ്റുന്നിടത്തോളം കാര്യം നമുക്ക് കേൾക്കാം. ബാക്കി പിന്നീടുള്ള ക്ലാസ്സിൽ ഞാൻ ഓർപ്പിക്കുന്നതാണ്. ഇനി ഈ 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഇവിടെ പറയുന്ന വിധത്തിലുള്ള മഹാപീഡന കാലത്ത് കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്ന 2 സാക്ഷികളാണ്. ഈ 2 സാക്ഷികളെന്ന് പറയുന്നത് എന്താണ്? ഈ 3 സാക്ഷി എന്ന് പറയാത്ത എന്താ? അല്ലെങ്കിൽ ഒരു സാക്ഷി, ഞാൻ ഒരു സാക്ഷിയെ എഴുന്നേൽപ്പിക്കും എന്ന് പറയാതെ 3ഓ 4ഓ എന്ന് അംഗസംഖ്യ കൂട്ടിപ്പറയാതെ കൃത്യമായിട്ട് ആ 2 സാക്ഷി എന്ന് തന്നെ പറയുമ്പോൾ അതിനകത്തൊരു പ്ലാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശ്യമുണ്ട്. ആ 2 എന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേകമായ പരിഗണന ഉണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതങ്ങനെ തന്നെയാണ്. നമുക്ക് 2 എന്ന ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ചില വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആവർത്തന പുസ്തകം 17-ന്റെ 6-ാമത്തെ വാക്യം നോക്കിക്കേ. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ. ഇനി നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുകയാണ്. എടുക്കുന്നവർ തമ്മിൽ നോക്കിയിരിക്കാതെ ഒന്ന് വായിച്ചാൽ ഉപകാരമാണ്. ഒരാളിനെ കൊല്ലുന്നതിന് സാക്ഷികളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പറയുകയാണ് കുറഞ്ഞത് 2ഓ 3. ഇവിടെ ഇപ്പം ഈ വാക്യത്തിൽ പറയുന്ന 2 എന്നുള്ള സംഖ്യയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലൊന്ന് വച്ചോ. ഇനി അടുത്ത് സംഖ്യാപുസ്തകം 35-ന്റെ 30 നോക്ക്. സംഖ്യാപുസ്തകം 35-ന്റെ 30-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 35-ന്റെ 30. മതി. സാക്ഷികളുടെ വാമൊഴി നിമിത്തം. എത്ര സാക്ഷികളെന്നാണ് നമ്മൾ കേട്ടത്? 2 സാക്ഷികൾ എങ്കിലും ഉണ്ടായിരിക്കണം. അടുത്ത് വേറൊരു വാക്യം, ആവർത്തനം 19-ന്റെ 15 നോക്ക്. ആവർത്തനം 19-ന്റെ 15. ആവർത്തനം 19-ന്റെ 15. ഏക സാക്ഷി ഒരാളിൻ്റെ സാക്ഷി പോരാ. ഒരാളിൻ്റെ വാമൊഴി കേട്ട് ഒരു കാര്യം തീർപ്പാക്കുവാൻ വചനം അനുവദിക്കുന്നില്ല. ഏത് കാര്യവും ഉറപ്പാക്കണമെങ്കിൽ 2 സാക്ഷികൾ. നമ്മൾ ചില രേഖകൾ എഴുതിയിട്ട് വേണ്ടപ്പെട്ടവർ ഒപ്പിട്ട ശേഷം പിന്നെ ഒരു കാര്യം ചെയ്യാറുണ്ട്. എന്തുവാ? സാക്ഷികൾ എത്ര പേരാ? 2 പേർ. കുറഞ്ഞത് 2. 2-ന് മുകളിൽ ആയാലും കുഴപ്പമില്ല. കുറഞ്ഞത് 2 പേർ എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ കാര്യം ഞാൻ കണ്ണാൽ കണ്ടു, ഞാനിത് കേട്ടു, ഞാനത് എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ 2 പേര് വേണം. അതുതന്നെ ഈ വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇനി നോക്കിക്കോ, മത്തായി പുതിയ നിയമത്തിലേക്ക് വരാം. മത്തായി 18-ന്റെ 16. മത്തായി 18-ന്റെ 16-ാമത്തെ വാക്യം.
ഇത് നേരത്തെ കേട്ട വാക്യങ്ങളെല്ലാം പഴയ നിയമത്തിലാണ്. ഇത് കണ്ടോ, പുതിയ നിയമത്തിലേക്ക് ഏതൊരു കാര്യവും എന്ത് ചെയ്യാം പറഞ്ഞു. രണ്ട് മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കാം. ഓക്കെ. ഇനി 2 കൊരിന്ത്യർ 13:1, 2 കൊരിന്ത്യർ 13:1 വാക്യം. ഇനി യോഹന്നാൻ 8:17-18 വാക്യം. യോഹന്നാൻ 8:17-18 വാക്യം. ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു കാര്യം ഉറപ്പാക്കുന്നതിനും തീർപ്പാക്കുന്നതിനും 2 സാക്ഷികൾ അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ വാക്യങ്ങളിൽ കാണുകയാണ്. ഇനി ഇങ്ങനെ 2 പേരുടെ സാക്ഷ്യത്താൽ ഉറപ്പാക്കപ്പെട്ട ചില സംഭവങ്ങളുമുണ്ട്. വേണം സാക്ഷ്യത്തിന് 2 പേർ വേണമെന്നുള്ളത് ഈ വാക്യങ്ങളിൽ. ഇനി അങ്ങനെ 2 പേർ പറഞ്ഞ സാക്ഷ്യങ്ങൾ ചിലത് നോക്കാം. 1, സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്ക്. സംഖ്യാപുസ്തകം 14-ന്റെ 6-ാമത്തെ ദേശം, അതാ കനാൻ നാട് ഒറ്റുനോക്കാൻ പോയല്ലോ. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വായിച്ചോ. യോശുവയും എന്ന് പറഞ്ഞാൽ പോയി കണ്ട ദേശത്തെക്കുറിച്ച് ഒരു കൂട്ടര് ദുർവർത്തമാനം പരത്തിയപ്പോൾ അങ്ങനെ അല്ല എന്ന് ഇതാ 2 സാക്ഷികൾ മുമ്പോട്ട് വന്ന് കാര്യം വെളിപ്പെടുത്തുകയാണ്. അതവിടെ സ്വീകാര്യമായി അവരുടെ വാക്ക് കേട്ട് നിലവിലുണ്ടായ കലഹം ഒന്ന് മാറി കാര്യം സമാധാനപരമായി അവിടെ തീരുകയാണ്. അപ്പോൾ ആ കാര്യം അങ്ങനെ അങ്ങ് പറയപ്പെടുന്നതിന് ഈ 2 സാക്ഷികൾ ഇവിടെ രംഗത്ത് വരുന്നത് അത് പരിഗണിക്കപ്പെടുന്നു. അത് ഒരു തീർപ്പാക്കപ്പെടുന്നതിന് മുഖാന്തരമായ ഒരു വിഷയമാകുന്നു. അടുത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്ത് 24-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ലൂക്കോസ് 24-ന്റെ 4-ാമത്തെ വാക്യം. ലൂക്കോസ് 24-ന്റെ 4. ഇവിടുത്തെ വിഷയം മനസ്സിലായോ? യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ഈ 2 ആളുകൾ എന്ത് ചെയ്യുന്നു? സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ അവിടെ 2 പേര് പ്രത്യക്ഷപ്പെട്ടു. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ എന്നാണ് നമ്മളവിടെ കാണുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ 2 പേര് പ്രത്യക്ഷപ്പെടുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി വായിക്കാതെ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകും. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ആ പോകുന്ന കാഴ്ച നോക്കി നിൽക്കുക ഈ ശിഷ്യന്മാർ. അപ്പോൾ എന്ത് ചെയ്യുന്നു? വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവിടെയും പ്രത്യക്ഷമായിട്ട് നിങ്ങൾ നോക്കി നിൽക്കുന്നതെന്ത്? ഈ എടുക്കപ്പെട്ട യേശു പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് സ്വർഗാരോഹണത്തെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. അവിടെയും 2 പേര് വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വാക്യങ്ങളിലും ഈ കേട്ട കാര്യങ്ങളിലൂടെയും ഒരു കാര്യം സുവ്യക്തമാണ്. ഒരു കാര്യം ഉറപ്പാക്കാനായിട്ടും നിശ്ചയപ്പെടുത്തുന്നതിനും വേണ്ടി വേദപുസ്തകത്തിൽ ഒരു ക്രമമെന്ന് പറയുന്നത് 2 പേര് സാക്ഷികളാകണം. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. സുവിശേഷം അറിയിക്കാനായി കർത്താവ് ആളുകളെ അയക്കുമ്പോഴും ഈ ക്രമത്തിൽ അയച്ച്. ഏത് ക്രമത്തിലാണ്? ഈ 2 പേരായി വീടുകളിലേക്ക് പോകുമ്പോൾ. അതും ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സാക്ഷികൾ നിവർത്തിച്ച ശുശ്രൂഷയുടെ വേറൊരു ഭാഗമാണ്. സുവിശേഷ വേലയ്ക്കായി പോകുന്നവർ അവർ സാക്ഷികളായി പോകുക. കർത്താവ് പറഞ്ഞു, എൻ്റെ സാക്ഷികളാകും നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കുന്നത് കർത്താവിൻ്റെ സാക്ഷികളായി. അവിടെ 2 പേരെ അയക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന സാക്ഷികൾ 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്നു. എന്തുകൊണ്ട് 2 സാക്ഷികൾ എന്നുള്ളതിന് ഒരു ചെറിയ വിവരണമാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേട്ടത്. ക്ലിയറാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇനി ഈ സാക്ഷികൾ ആരാണ്? ഏത് സാക്ഷികൾ? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിപ്പോൾ പറയുന്നല്ലോ 2 സാക്ഷികൾ എന്നുള്ളത്. അത് 2 എന്നുള്ളത് ക്ലിയറായി. ഇനി ഈ 2 സാക്ഷികൾ ആരെല്ലാം? ഈ സാക്ഷികൾ ആരെല്ലാം എന്നുള്ളതിന് നമ്മുടെ ഇടയിൽ പണ്ട് മുതലേ ഒരുപാട് തർക്കങ്ങളും സംശയങ്ങളും
ഓരോ രീതിയിലാണ് ആ രണ്ട് പേരെ ഓരോരുത്തർ അവതരിപ്പിച്ചിട്ടുള്ളത്. വേദപഠിതാക്കളുടെ ഇടയിലും ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഏകീകരണ മനോഭാവം ഇല്ല. ഇന്നും വ്യത്യസ്ത തട്ടുകളിലാണ് നിൽക്കുന്നത്. അത് നമ്മൾ പിന്നീട് ക്രമത്തിൽ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇനി ഈ സാക്ഷികളെക്കുറിച്ച് വേറൊരു ധാരണ പലരുടെയും മനസ്സിലുള്ളത്, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഏത്? ഈ പറയുന്ന രണ്ട് സാക്ഷികളെന്നുള്ളത്. അത് ഒരിക്കലും ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ആലങ്കാരിക പ്രയോഗമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ചെറിയ ഏതാണ്ട് ഒരു കറക്ഷൻ വരുന്നത് പോലെ, ഒരു വസ്തുതയ്ക്ക് ചേരാത്ത ഒരു പ്രയോഗം ഇവിടെ പറഞ്ഞതുപോലെ തോന്നുന്നില്ലേ? ഈ നമ്മൾ ചില സത്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വസ്തുതയ്ക്ക് നിരക്കാത്ത, ആ സത്യത്തിന് അടുത്ത് വരാത്ത ചില പ്രയോഗങ്ങളോ ചിന്തകളോ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കതിനോട് ഒരു പന്തികേട് തോന്നുന്നത് സ്വാഭാവികമാണ്. എത്രയോ വിഷയങ്ങളിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കാനോ വിശദമായി പഠിക്കാനോ ഒന്ന് ശ്രമിക്കണം നമ്മൾ. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുന്ന ഈ സാക്ഷികൾ ആലങ്കാരിക പ്രയോഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്, അല്ലാതെ അത് അക്ഷരികമല്ല എന്നൊരു പഠിപ്പിക്കലുണ്ട്. ഒരിക്കലുമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ ചില ആലങ്കാരിക പ്രയോഗം ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എന്തല്ല ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? വെളിപ്പാട് പുസ്തകത്തിൽ ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്, ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുണ്ട്. എന്നാൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആലങ്കാരികമായിട്ടുള്ളതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആലങ്കാരികമാണെന്ന് പറയാനുള്ള ഒരു കൂട്ടർ പറയുന്നത്, ഇവിടെ പറയുന്ന ദൈവാലയം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്നും, അത് കഴിഞ്ഞിട്ട് ഈ ദൈവസഭയെക്കുറിച്ച് പറയുന്ന പ്രയോഗമാണെന്ന് പറഞ്ഞിട്ടും 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 11-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇവിടെ കയറി വരുവീൻ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. കണ്ടോ നിങ്ങൾ? 11:12 ഇവിടെ കയറി വരുവീൻ. അത് ദൈവസഭയെ ഉദ്ദേശിച്ച് പറയുന്നതാണെന്നും, അങ്ങനെ ഇവിടെ കയറി വരുവീൻ എന്ന് പറഞ്ഞപ്പോൾ എടുക്കപ്പെട്ടു പോയത് സഭയാണെന്നും, ഇനി സഭ മഹാപീഡനത്തിലൂടെ കടക്കുകയും മഹാപീഡനത്തിൻ്റെ മധ്യപകുതിയാകുമ്പോൾ സഭ എടുക്കപ്പെടുകയും ചെയ്യും എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ വ്യാഖ്യാനമാണ് ഈ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരല്പമെങ്കിലും കാര്യങ്ങൾ ബോധമുള്ളവരും ചിന്തിക്കാൻ ത്രാണിയുള്ളവർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. 11:12 ഇവിടെ കയറി വരുവീൻ എന്ന് വിളിച്ചപ്പോൾ പോകുന്നത് സഭയല്ല, നമ്മൾ സാക്ഷികളെന്ന് ആരെക്കുറിച്ചാണോ അവിടെ പറഞ്ഞിരിക്കുന്നത് അവരാണ് എന്ത് ചെയ്യപ്പെടുന്നത്? എടുക്കപ്പെടുന്നത്. അത് പിന്നീട് അതിൻ്റെ വിശദമായി കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് ആലങ്കാരിക പ്രയോഗമല്ല. ഇനി ആലങ്കാരിക പ്രയോഗമാണ് ഇവിടെ പറയുന്ന സാക്ഷികളെന്ന് പറയുന്നവർ, ഈ രണ്ട് സാക്ഷികൾക്ക് പറയുന്ന ഒരു വിശദീകരണം ബൈബിളിലെ പഴയ നിയമവും ബൈബിളിലെ പുതിയ നിയമവുമാണ് ഈ രണ്ട് സാക്ഷികൾ. അയ്യോ, അങ്ങനെയല്ല. അവിടെ ബൈബിളിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ഒരു പഠിപ്പിക്കലുണ്ട്, ന്യായപ്രമാണവും പ്രവാചകന്മാരും. അതെ, ഈ ധനവാൻ നരകത്തിൽ കിടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വാച്ച് പറഞ്ഞില്ല, അവിടെ ആരുണ്ട്? ഇവർ വചനം കേട്ട് രക്ഷിക്കപ്പെടാനായിട്ട് ധനവാനോട് പറയുമ്പോൾ ഈ ലാസറിന് അങ്ങോട്ട് അയക്കുന്ന പരിപാടിയില്ല. അതിന് പകരം അവിടെ ആരുണ്ട്? പ്രവാചകന്മാരും മോശയും എന്ന് പറയുന്നില്ലേ, അതാണെന്നാണ് ഇവരുടെ പഠിപ്പിക്കൽ. അതുമല്ല ഇത്. അപ്പോൾ ഈ പറയുന്ന സാക്ഷികൾ യഥാർത്ഥത്തിൽ ആലങ്കാരികമായി നമ്മൾ ചിന്തിക്കേണ്ടതല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് അക്ഷരികം തന്നെയാണ്. ഉദാഹരണം, 7 വർഷത്തെ മഹാപീഡനം ആലങ്കാരികമാണോ അക്ഷരികമാണോ? മനസ്സിലാകുന്ന സഹോദരന്മാർ, 7 വർഷത്തെ മഹാപീഡനം എന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഠന പീരീഡ് അത് ആലങ്കാരികമാണോ അക്ഷരികമാണോ? അക്ഷരികം അല്ലേ? ക്ലിയർ അല്ലേ? അല്ലാതെ അതൊരു ഭാവനാത്മകമായ ഒരു കാര്യമല്ല. ഇനി ഞാൻ പറയാം, കർത്താവ് വരും, സഭ എടുക്കപ്പെടും, ആലങ്കാരികമാണോ അക്ഷരികമാണോ? അക്ഷരികം. പുനരുത്ഥാനം ഒരു ഭാവനാത്മകമാണോ അല്ല യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമാണ്. ക്ലിയർ ആണല്ലോ? എന്ന് പറയും പോലെ ഇവിടെ പറയുന്ന ഈ 11-ാം അധ്യായത്തിലെ 2 സാക്ഷികൾ എന്നത് ആലങ്കാരികമോ ഭാവനാപരമായിട്ടോ ഉള്ളതല്ല, അത് വസ്തുതാപരമായിട്ടുള്ള അക്ഷരികമായ ഒരു കാര്യം തന്നെയാണ്.
അങ്ങനെയെങ്കിൽ ആ രണ്ട് സാക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ 1260 ദിവസം അവർ പ്രവചിക്കുമെന്ന് അവരുടെ പ്രവചന പീരീഡിനെയും കൃത്യമായ ഒരു സംഖ്യയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ആലങ്കാരികമെങ്കിൽ അങ്ങനെ പറയാനായിട്ട് പറ്റുകയില്ല. 7 വർഷത്തെ പീഡനമെന്ന് പറയും പോലെ. പിന്നീട് അവർ ശുശ്രൂഷിക്കുന്ന സ്ഥലം വരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് യെരുശലേമും യെരുശലേമിൻ്റെ പ്രാന്തപ്രദേശവുമാണ്. അപ്പോൾ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല. അതിന് ഒരു സ്ഥലം താഴെ വരുമ്പോൾ പറയുന്നുണ്ട്. നമ്മളത് പഠനം വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. അതിന് മുമ്പായിട്ടൊരു ഒരുക്കത്തിന് വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അവരുടെ ശുശ്രൂഷ സ്ഥലം, ശുശ്രൂഷിക്കുന്ന ദിവസം വരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനേക്കാളൊരു വിഷയം, ഈ ആലങ്കാരികമെന്ന് പറയാനായിട്ട് ചിലരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, ആ 4-ാമത്തെ വാക്യത്തിൽ ആ സാക്ഷികളെ സ്പർശിച്ചുകൊണ്ടൊരു പ്രയോഗമുണ്ട്. 11:4 നോക്ക്. 11:4 അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 ഇതാണ് ആലങ്കാരിക പ്രയോഗക്കാർക്ക് സഹായകരമായ ഒരു കാര്യം. ഈ 2 സാക്ഷികളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, ആരാണ് ആ സാക്ഷികൾ? അതിന് പറയാണ് 2 ഒലിവ് വൃക്ഷവും 2. അപ്പോൾ ഈ അക്ഷരികമായ നിലയിൽ ആളുകളെ ഇതുപോലുള്ള വസ്തുതകളോടോ അല്ലെങ്കിൽ വൃക്ഷങ്ങളോടോ ജീവജാലങ്ങളോടോ ഒക്കെ ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, കർത്താവിനെ ഏതെല്ലാം വിഷയങ്ങളോടാണ് ഉപമിച്ച് പറഞ്ഞു? ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, സസ്യത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയല്ലേ, വെള്ളത്തോട്, അപ്പത്തോട്, എന്തെല്ലാം കാര്യങ്ങളോടാണ് ഉപമിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി ദൈവസഭയെ ഏതെല്ലാം കാര്യങ്ങളോടാണ് ഉപമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന ഒലിവ് വൃക്ഷവും ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന ആ നിലവിളക്കും അത് ഭാവനാത്മകമായ അർത്ഥത്തിലല്ല. ഇവിടെ അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന 2 സാക്ഷികളെ കേട്ടോണം. 2 സാക്ഷികളെ ഈ പറഞ്ഞ 2 കാര്യങ്ങളോട് എന്ത് ചെയ്തിരിക്കുന്നു? ഉപമിച്ചിരിക്കുന്നു. ഇനി അത് ക്ലിയർ ആക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ പറയുന്ന ഇതേ സംഭവം പഴയ നിയമത്തിൽ സക്രിയ പ്രവചനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. 4-ാം അധ്യായം, സക്രിയ പ്രവചനം 4-ാം അധ്യായം എടുത്ത് അതിൻ്റെ 11-ാമത്തെ വാക്യം. നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ മനസ്സിൽ അതേ നിലയിൽ ഓർത്ത് വേണം ഇത് ചിന്തിക്കാൻ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകും. 4:11 അതിന് ഞാൻ അവൻ 2 ഒലിവ് മരം കണ്ടു. ആ ഒലിവ് മരം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അതായത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ആ വൃക്ഷവും അവിടെ പറയുന്ന വിളക്കിൻ്റെയും ദർശനം സക്രിയ പ്രവചനത്തിൽ പറയുന്നു. ആ കാണുന്ന ആ 2 കാര്യങ്ങളും എന്താണ്, എനിക്കൊന്ന് വ്യക്തമാക്കി തരണമെന്ന് പ്രവാചകൻ ചോദിക്കുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന് മറുപടി പറയുന്നത് ഒന്ന് കേട്ട് നോക്ക്. 14-ാമത്തെ വാക്യം. അതിനവൻ ഇവർ സ്തോത്രം, ഇവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ആരാണ്? അഭിഷിക്തന്മാരാണ്, 2 വ്യക്തികളാണ്. കൃത്യമായിട്ട് അവിടെ പറയാം, ഇവർ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാനായി വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന 2 അഭിഷിക്തന്മാരാണ്. ആ പ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അർത്ഥം വേർതിരിക്കപ്പെട്ടവരെന്നും കൂടിയുണ്ട്. അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട 2 ആളുകളാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്ന ആ വൃക്ഷത്തോടും വിളക്കിനോടും സാമ്യപ്പെടുത്തി പറയുന്ന 2 ആളുകൾ ചുമ്മാ ഏതെങ്കിലും ഒരു ഭാവനയിൽ പറയുന്ന ഒന്നല്ല, അത് 2 ആളുകൾ തന്നെയാണ്. ഇനി എന്തിനവർ ഈ ഒലിവ് വൃക്ഷത്തോടും വിളക്കിനോടും സാമ്യപ്പെടുത്തി എന്നതിന് പിന്നീട് ഞാനത് വിശദീകരിക്കുമ്പോൾ പറയുമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. ഒലിവ് എണ്ണ പ്രദാനം ചെയ്യുന്ന വൃക്ഷമാണ്. എന്തോന്ന്? ഒലിവ്. വിളക്ക് എണ്ണ ഒഴിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? കത്തേണ്ടത്. വിളക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ കണ്ട 7 പൊൻ നിലവിളക്ക് 7 സഭയാണ്. ആ സഭ പ്രകാശിക്കുന്നതിനായിട്ട് സഭ എന്ന അർത്ഥത്തിൽ അതിൻ്റെ പ്രയോജനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അനിവാര്യമാണ് എണ്ണ.
ആ എണ്ണയായിട്ട് വെളിപ്പെടുത്തി നിൽക്കുന്ന വൃക്ഷങ്ങളായ ഇവർ ഈ സാക്ഷികളാണ്. ഈ സാക്ഷികൾ മുഖാന്തരം, സാക്ഷികളിലൂടെ സഭയ്ക്ക് പ്രകാശിക്കാനും സഭയെ ദൈവത്തിന് വേണ്ടി എരിഞ്ഞ് പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ അവരെ കർമ്മോത്സകരാക്കാൻ, അവരുടെ പിമ്പിൽ അവരെ പ്രചോദനപ്പെടുത്തുവാൻ, അവരെ ഉപയോഗിക്കുന്നതിന് പ്രചോദനാത്മകമായി തീരുന്ന രണ്ട് വ്യക്തികളാണ് ഈ ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയാണ് ആ രണ്ട് വൃക്ഷങ്ങളോടും വിളക്കിനോടും സാമ്യപ്പെടുത്തി അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗവും നമുക്ക് വിടാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് 11-ാം അധ്യായത്തിൽ പറയുന്ന രണ്ട് സാക്ഷികൾ ആലങ്കാരിക പ്രയോഗത്തിൽ ഒതുക്കാവുന്ന ഭാവനാപരമായ സംഭവങ്ങളല്ല, അക്ഷരാർത്ഥത്തിൽ രണ്ടാളുകൾ തന്നെയാണ്. ഇനി അപ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന അടുത്ത ചോദ്യം, ആരാണ് ഈ രണ്ട് ആളുകൾ? ആരാണ് ഈ രണ്ടാളുകൾ? ഇതിന് 5 പേരുടെ പേര് പറയുന്നുണ്ട്. ഈ രണ്ടാളുകളുടെ ആളുകൾ ആരാണെന്ന് തെളിയും. ഒന്ന്, ഇപ്പം നമ്മളത് സ്ഥിരീകരിക്കുകയല്ല, പറയപ്പെടുന്ന 5 പേരുകൾ. 1 ഹാനോക്ക്, 2 മോശ, 3 ഏലിയാവ്, 4 യോശുവ, 5 സെരുബാബേൽ. ഈ 5 എണ്ണത്തിൽ 2 പേര് ഇതിൽ പെടുമെന്നാണ്. ഈ 5 പേരും ഈ 2 പേരിൽ 2 പേരാകാം. ഈ 2 പേരിൽ വരുന്ന 5 പേരെ പറയുന്നുണ്ട്. ഈ 5 പേരിൽ ആരെങ്കിലും 2 പേരായിരിക്കാം. ഇനി അവരുടെ ജോഡി, അവരെ ഇങ്ങനെ തിരിച്ചു പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്ന് ഹാനോക്കും മറ്റൊന്ന് ഏലി. അതാണ് ഒരു ടീം. അവരായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആരൊക്കെയാണ്? ഹാനോക്കും ഈ 2 പേർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ രണ്ടാളും മരണം കാണാതെ എന്ത് ചെയ്യപ്പെട്ടവരാ? എടുക്കപ്പെട്ടവരാ. അതുകൊണ്ടെന്താ പ്രത്യേകത? മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ 2 പേരും അവർ പറയുന്ന ന്യായം. അതുകൊണ്ടാണ് അവർ 2 പേരും വന്ന് വീണ്ടും ജീവിച്ച് 2 പേർ എന്ത് ചെയ്യപ്പെടുന്നു? കൊല്ലപ്പെടുന്നു. അപ്പോൾ മരിക്കാത്ത 2 പേര് പിന്നെ ഒരിക്കൽ മരിക്കണമെന്നൊരു പ്രമാണം ഉണ്ടല്ലോ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. ഇവർ മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ 2 ആളുകളും പിന്നെയും വന്ന് ഭൂമിയിൽ ജീവിച്ച് അന്ത്യക്രിസ്തുവിനാൽ എന്ത് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ 2 ആളും വരണം എന്ന വാദഗതിയിലാണ് ഒരു കൂട്ടർ ഈ ഹാനോക്കാണോന്നെന്നും ഏലിയാവാണ് അവൻ്റെ കൂടെ ഉള്ളതെന്നും അങ്ങനെ 2 സാക്ഷികളെന്നും പറയുന്നതാണ്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞെന്നങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കളയരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മോശയും ഏലിയാവും. ആരാണ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു ചെറിയൊരു ഇത് കാണാം. പണ്ടെവിടെയോ കേട്ടതിൻ്റെ അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വെളിച്ചം വരുന്നുണ്ട്. ഈ 2 സാക്ഷികൾ ആരാണ്? ഒന്ന് മോശയും ഒന്ന് ഏലിയാവും. അത് നമ്മൾ ആണോ അല്ലയോ എന്നുള്ളത് പിന്നീട് നമ്മൾ കേൾക്കും. മൂന്നാമത്തെ ജോഡി യോശുവയും സെരുബാബേലും. ആ സെരുബാബേലിൻ്റെ കാര്യമാണ് നമ്മൾ തൊട്ട് മുമ്പേ സക്രിയ പ്രവചനത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർ വരണം എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകളുടെ ചിന്ത. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മൾ വിശദീകരിച്ച് കേൾക്കും പിന്നീട്. ഇതിലെ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഗ്രൂപ്പുണ്ടല്ലോ, ഏതാ രണ്ടാമത് പറഞ്ഞ ഗ്രൂപ്പ്? മോശയും ഏലിയാവും ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നതിൽ ഒരാളും കൂടിയാണ് ഞാൻ. ഇതിനെ തിരിച്ചു പറയാനൊക്കെ ഒരുപാട് ന്യായങ്ങളോ അല്ലെങ്കിൽ വാദങ്ങളോ ഒക്കെ ചിലർക്ക് ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കട്ടെ. എന്നാൽ കൂടുതൽ ന്യായമായി ആ സന്ദർഭത്തോട് യോജിച്ചു വരുന്നത് ഈ 2 പേരാകാം എന്ന് കരുതുന്നവരിൽ ഒരാളും കൂടിയാണ് ഞാൻ. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം, മനസ്സിലാക്കാം. ഇത് ഏലിയാവും മോശയുമാണെന്നുള്ളത്. അതിനു മുമ്പായിട്ട് ഈ 2 ആളുകൾ അവരുടെ 2 പേരുടെ ശുശ്രൂഷ സമയത്ത് അവർ ഉടുക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, അതിൻ്റെ 3-ാമത്തെ വാക്യം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും എന്ത് നൽകും? വരം നൽകും. അവർ എന്തുടുക്കും? രട്ടുടുക്കും. അവർ രട്ടുടുക്കും. ഈ രട്ട് എന്ന് പറയുന്ന വസ്ത്രം എന്തുവാ? വസ്ത്രം കേട്ടിട്ടുണ്ടോ? രട്ടുടുക്കും എന്ന് പറഞ്ഞാൽ മുണ്ടും ഷർട്ടും ഉടുക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം. പാൻറ്റും ഷർട്ടും ഉടുക്കുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഒരു പർദ്ദ ധരിക്കുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഈ രട്ടുടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടെ? ഇപ്പോൾ തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ വായിച്ച ഒരു വാക്യത്തിൽ രട്ടിൻ്റെ കാര്യം നമ്മൾ കേട്ടതാ, സ്പർശിച്ചു വന്നതാ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വസ്ത്രം കീറുക, രട്ടുടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനോ
ഒരു സുപ്രഭാതത്തിൽ രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഒന്നെങ്കിൽ ദേശവ്യാപകമായ ഒരു വലിയ ദുരന്തമോ ന്യായവിധിയോ മരണമോ അല്ലെങ്കിൽ വാളോ രക്തച്ചൊരിച്ചിലോ ഭയാനകമായ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താ പറയുക, ആ ചീഞ്ഞ അവസ്ഥ, ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഥിതി, മൊത്തത്തിലൊരു മൈനസ് തരംഗം വരുമ്പോഴാണ് അതിൻ്റെ പ്രതീകമായിട്ട് അതിനോടുള്ള മനോഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് രട്ടുടുക്കുന്നത്. അങ്ങനെ രട്ടുടുത്തതും രട്ടിലിരുന്നതുമായ ഒരുപാട് സംഭവങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ഒന്ന് രണ്ടെണ്ണം വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 37:34 വായിച്ച്. 37:34. ഉൽപ്പത്തി 37:34. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി. യോസേപ്പിൻ്റെ മരണവാർത്ത കേട്ടപ്പോഴാണ് യാക്കോബ് ചെയ്തത്. കണ്ടോ, സ്വന്തം വസ്ത്രം കീറിയിട്ട് അരയിൽ എന്തെടുത്തു? രട്ടുശീല ഉടുത്തു. അങ്ങനെ അവൻ ഇരിക്കുക. എന്നിട്ട് പറയാണ്, ഞാൻ ദുഃഖത്തോടെ എൻ്റെ നര പാതാളത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അവൻ വേദനിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി വേറൊരു വാക്യം നോക്ക്. 2 ശമൂവേൽ 3:31. 2 ശമൂവേൽ 3:31. 2 ശമൂവേൽ 3:31. വസ്ത്രം കീറി ചാക്കുശീല രട്ടുശീല ഉടുത്ത് ദുഃഖം പ്രകടിപ്പിക്കുവിൻ, അതിൽ പങ്കുചേരുവിൻ എന്ന് പറയുക. മറ്റൊരു വാക്യം നോക്ക്. 2 രാജാക്കന്മാർ 19:1. 2 രാജാക്കന്മാർ 19:1 വാക്യം. 2 രാജാക്കന്മാർ 19:1. വസ്ത്രം കീറി ഇങ്ങനെ ഇനി ഞാൻ വായിക്കുന്നില്ല. ഇതിനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. രട്ടുടുത്തു. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. രട്ടുടുത്തു അനുതാപത്തോടുകൂടെ ഇരിക്കുക. അപ്പോൾ ഈ പ്രവാചകന്മാർ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 2 സാക്ഷികൾ, ഏലിയാവും മോശയും, ഈ 2 ആളുകളും ശ്രദ്ധിച്ചോ, രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം അവർ ശുശ്രൂഷ നിവർത്തിക്കുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ സുവിശേഷ പ്രവർത്തനം നടത്തുക, അവർ സാക്ഷ്യം പറയുക. എന്ത് സാക്ഷ്യമാണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുക. ദൈവത്താൽ സ്ഥാപിതമാകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുക. നിലവിലുള്ള ഭരണ സംവിധാനത്തെയും നിലവിൽ അവരെ ഭരിക്കുന്ന ഭരണകൂടത്തിനും എതിരായി, അല്ലെങ്കിൽ അപ്പോൾ ദൈവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പാഴും ശൂന്യവുമായ അന്തിക്രിസ്തുവിൻ്റെ വിഗ്രഹത്തിന് എതിരെ അവർ പറയുക. അവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നതുണ്ടല്ലോ, യഥാർത്ഥം എനിക്ക് രോമാഞ്ചം കൊള്ളുക. അവർ ചുമ്മാ ആളുകൾ ഇങ്ങനെ പൂച്ചെണ്ട് കൊടുത്ത് ആദരിക്കുന്ന, ആളുകളുടെ പ്രശംസ പറ്റുന്ന, പ്രശംസനീയമായ അനുമോദനം ഏറ്റുവാങ്ങുന്ന ഒരു ശുശ്രൂഷയ്ക്കല്ല പോകുന്നത്. ഇവരുടെ ശുശ്രൂഷയിലൂടെ ഇവർക്ക് നമ്മളത് പഠിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ ഞാൻ പറയാം, ഇവർക്ക് മുക്തകണ്ഠം 4 പാടും ഏറും ഉപദ്രവവും നിന്ദയും പരിഹാസവുമാണ് കിട്ടുന്നത്. അപ്പോഴും അവർ അതിലൊരു വീഴ്ചയും വരുത്താതെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം വളരെ ശക്തിയോടെ നിവർത്തിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് അവർ രട്ടുടുത്തിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ രട്ടുടുക്കുന്നത്? അതിൻ്റെ അർത്ഥം ദേശം അനുഭവിക്കാൻ പോകുന്ന ന്യായവിധി അത്ര ഭയങ്കരമാണ്. അതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഇപ്പം ശ്രദ്ധിച്ചോണേ, 7 കാഹളങ്ങളിൽ 6 ഊതിയിട്ട് ഇനി ഭീകരമായ ഒരു കാഹളം ഊതാൻ പോകുക. അതിനിടയ്ക്കാണ് ഈ അധ്യായം ഇവിടെ ചേർത്ത് വച്ചിരിക്കുന്നത്. മഹാപീഡനം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ജനം അനുഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു വലിയ ദുരന്തം ദേശം ജാതി അനുഭവിക്കാൻ പോകുകയാണ്. അത് പറയാനായി അവർ ആർഭാട വസ്ത്രം ധരിക്കുകയോ ഉല്ലാസ വസ്ത്രം ധരിക്കുകയോ ആനന്ദചിത്തരായി ആഹ്ലാദഭരിതരായിട്ട് പറയല്ല. അവർ നിലവിളിയോടുകൂടെ കണ്ണുനീരോടുകൂടെ ജനത്തെ ബോധവാന്മാരാക്കാൻ ഈ വസ്ത്രം കൂടെ ധരിച്ചിരിക്കുക. ആ സന്ദർഭത്തിന് ചേരുന്ന വിധത്തിൽ അവരെ അങ്ങ് ലയിപ്പിക്കുകയായിരുന്നു. മനസ്സുകൊണ്ടും വസ്ത്രം കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അതിനോടങ്ങ് ചേരുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ രട്ടുടുത്തു എന്ന് പറയുന്നത്. അന്ത്യക്രിസ്തുവിനെതിരെയുള്ള സാക്ഷ്യം. ഇനി ഈ ശുശ്രൂഷ കൊണ്ട് വല്ല ഫലവും ഉണ്ടായോ? ആ ഫലമാണ് 7-ാം അധ്യായത്തിൽ പണ്ട് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പഠിച്ച 2 രക്ഷിത ഗണം. 7-ാം അധ്യായത്തിൽ പഠിച്ച 2 രക്ഷിത ഗണം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്?
7-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ 2 കൂട്ടം രക്ഷിത ഗണത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ഓർത്തു വെച്ചോ, വെളിപ്പാട് പുസ്തകം 7 കേൾക്കുമ്പോൾ ഏത് ഉറക്കത്തിൽ നമ്മുടെ മനസ്സിൽ ഉണർന്നു വരേണ്ട 2 ചിന്തകളാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 2 രക്ഷിത ഗണമാണ്. ആദ്യത്തെ പകുതിയിൽ പറയുന്നത് 144,000 പേരാകുന്ന യഹൂദന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നവരും, രണ്ടാമത്തെ പകുതിയിൽ പറയുന്നത് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ഒക്കെ നിന്നുള്ളവരായി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു കൂട്ടം, എണ്ണിത്തീർക്കാൻ കഴിയാത്ത ഒരു കൂട്ടം. ഇവരാരാണ്? ഈ സാക്ഷികളുടെ, അതായത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സാക്ഷികളുടെ സന്ദേശം കേട്ട് മനം തിരിഞ്ഞ് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യപ്പെട്ടവരാ? വേർതിരിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആഗോളതലമായി ആ 7 കൊല്ലം എന്ന് പറയുന്നത് ഈ സാക്ഷികളുടെ വാമൊഴിയാൽ, സാക്ഷികൾ പറഞ്ഞ സുവിശേഷ വചനത്താൽ ആളുകൾ മാനസാന്തരപ്പെടുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ദൈവം 2 സാക്ഷികളെ എഴുന്നേൽപ്പിച്ചത്. ഞാനിവിടെ നിർത്താം. ഇനി ഈ 2 സാക്ഷികളെക്കുറിച്ച് മാത്രം ഒരു പഠനം കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേൾക്കും. അതിനു മുമ്പേ അതിൻ്റെ പ്രായോഗികമായിട്ടൊരു കാര്യം കൂടി പറയാം. ഇതുപോലെ ദൈവം ഇന്ന് ഭൂമിയിൽ എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ സാക്ഷികളാക്കി വച്ചിരിക്കുന്നു. നമ്മൾ പറയുന്ന സാക്ഷികൾ എന്താ? നിങ്ങൾ എൻ്റെ സാക്ഷികൾ. ആ പരിശുദ്ധാത്മ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും സമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷി. ആര്? ഞാനും നിങ്ങളും. ആ കാലത്ത് എഴുന്നേൽക്കുന്ന 2 സാക്ഷികൾ ഇത്രയും തീവ്രമായി ചെയ്യുന്നുവെങ്കിൽ ഈ കൃപായുഗത്ത് ജീവിക്കുന്ന നമുക്കും ആ സാക്ഷ്യം വഹിക്കുവാനുള്ള ചുമതലയുണ്ട്. ആ സാക്ഷ്യം നാൾതോറും വഹിക്കുന്നവരായി ഒരാളോടെങ്കിലും അത് പറഞ്ഞ് ഈ കൂട്ടത്തിലേക്ക്, കർത്താവിൻ്റെ മാർഗത്തിലേക്ക് വേർതിരിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് നന്നായി നിവർത്തിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് 11-ാം അധ്യായത്തിൽ പറയുന്ന ആ ദൈവാലയവും അത് സംബന്ധമായ കാര്യവും സാക്ഷികൾ ആരാണെന്നൊക്കെ ഒരു ചെറിയ ഔട്ട്ലൈൻ, അതിൻ്റെ ഒരു മുഖവുര നമ്മൾ കേട്ടു. സാക്ഷികളെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.